ഹായ് ഓൾ, വെൽക്കം ടു ഐഷൂസ് വ്ളോഗ്. ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ബീഫ് റോസ്റ്റ്, നെയ്ച്ചോറ് പിന്നെ ദാൽ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ അതിൽ ഞാൻ എൻ്റെ ബീഫ് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. സോ ഞാൻ ആദ്യം തന്നെ ബീഫ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ബീഫ് വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് 2 ഉള്ളി, കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളിയാണ്. അതും ചോപ്പ് ചെയ്ത് വെച്ചു സൈഡിലേക്ക്. എന്നിട്ട് ഞാൻ കുക്കർ വെച്ച് കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ ഞാൻ പച്ചമുളക് പിന്നെ അതിൽ വലിയ ജീരകം ഇട്ടായിരുന്നു. അതിനുശേഷം ഉള്ളി ഇട്ട് സോൾട്ട് ഇട്ട് സോട്ടേ ചെയ്ത് അവിടെ വെച്ചു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ടൊമാറ്റോ ആഡ് ചെയ്തായിരുന്നു. എന്നിട്ട് ടൊമാറ്റോ കുറച്ച് ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ടേ ആയി ജസ്റ്റ് ടൊമാറ്റോ കുറച്ച് ഒടിഞ്ഞ ഒരു പാകത്തിലേക്ക് വരും. ആ ഒരു പാകമാണ് ഞാൻ കറക്റ്റ് ആ ഒരു പാകമാണ് യൂസ് ചെയ്യൽ. എന്നിട്ട് ഞാൻ അതിലേക്ക് ബീഫ് ഇട്ടു. ചിക്കൻ എന്നൊക്കെ വന്നു പോയിച്ചു. ബീഫ് ഇട്ട് അതേ തന്നെ മിക്സ് ചെയ്തു. സൂപ്പർ ബീഫ് കിട്ടിയായിരുന്നു. നമുക്കിവിടെ ബീഫ് കിട്ടാൻ കുറച്ച് പാടാണ്. ഇന്ന് നല്ല ബീഫ് കിട്ടിയപ്പം ഞാൻ ഓർത്തു ഓക്കെ, ജസ്റ്റ് മേക്ക് ഹിസ് ഫേവറേറ്റ് ഫുഡ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. ഇത് ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് മിക്സപ്പ് ചെയ്ത് വെച്ചു. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ബിക്കോസ് ടൊമാറ്റോ ഓണിയന് നല്ല വഴഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഒന്ന് കുക്കായി ഒരു നല്ല റോസ്റ്റ് പോലത്തെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓണിയൻ. ആവശ്യത്തിൻ്റെ ഉപ്പ് ഞാൻ കുറച്ചുകൂടെ ആഡാക്കി കൊടുത്തു. ബിക്കോസ് ഓൾറെഡി നമ്മൾ ഉള്ളി സോട്ടേ ചെയ്തപ്പം ഉപ്പ് ആഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇതിട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ ടൈമിൽ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. മിക്സപ്പ് ചെയ്തു. ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാ ബീഫിലോട്ട് എല്ലാ ഏരിയയിലും വരുന്ന പോലെ ചെയ്തു. ഇങ്ങനത്തെ ഒരു സ്റ്റേജ് വന്നപ്പം ഞാനിതിലേക്കുള്ള മസാലാസ് റെഡിയാക്കി. ഞാനിതിൽ കുറച്ച് മട്ടൻ മസാല, പെപ്പർ ഇടും, പിന്നെ വലിയ ജീരകം. ഞാൻ മട്ടൻ മസാല ആണ് യൂസ് ചെയ്ത്. ബീഫ് മസാല എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് എപ്പോഴും മട്ടൻ മസാല ഇട്ടിട്ട് വെക്കുമ്പോഴാണ് കറി ടേസ്റ്റിൽ വരിക. ഞാൻ ചില്ലി പൗഡർ ഇട്ടു. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി. ഇത് ഇത്രയും നമ്മൾ ഒരു പൗഡർ ഇതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ആ പൗഡർ എന്താക്കിയെന്ന് വെച്ചാൽ നമ്മളെ ബീഫിലേക്ക് ഞാൻ ഇട്ടിട്ട് മിക്സാക്കി വെച്ചു. ഇത്രയും മതി. വേറെ ഒരു മസാലാസോ വേറെ കുറേ സംഭവങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ മസാല ഇട്ട് തന്നെ ബീഫ് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ടേസ്റ്റ്. ആഫ്റ്റർനൂൺ നമ്മൾ കഴിച്ചതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ എന്താക്കുമെന്ന് വെച്ചാൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 10 to 20 minutes നോർമലി അടച്ചു വെച്ച് ഞാനൊന്ന് ആ മസാലാസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കും. എന്നിട്ട് 2 വിസിൽ അടിച്ചിട്ട് ഓഫ് ചെയ്ത് ജസ്റ്റ് എടുക്കും. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ഇടണ്ട. വേണമെങ്കിൽ ഇച്ചിരി കരിവേപ്പില ഇട്ട് മല്ലിച്ചപ്പ് ഇട്ടാൽ മതി. വേറെ ഒരു സാധനവും എക്സ്ട്രാ ഇതിൽ ആഡ് ആക്കണ്ട. ട്രസ്റ്റ് മീ, വിത്ത് നെയ്ച്ചോർ, വിത്ത് റൈസ്, വിത്ത് ബിരിയാണി, ദെൻ വിത്ത് പൊറോട്ട ഭയങ്കര സൂപ്പർബാണ് ഇത്. ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്കിൽ ഭയങ്കര സൗണ്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഓക്കെ, അതൊക്കെ ക്ഷമിക്കുക. എൻ്റെ ഫസ്റ്റ് വോയിസ് ക്ലിപ്പ് ഉള്ള വീഡിയോ ആണ്. അത്ര ടേസ്റ്റി ആയിട്ട് വന്നു. ആക്ച്വലി ഹി ലവ്സ് ദ ബീഫ്. മൂപ്പർക്ക് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയ വീഡിയോസ് എടുത്തില്ല. ഓഫ് കോഴ്സ് എവ്രി വൺ നോസ് ഹൗ ടു മേക്ക് ഗീ റൈസ്. അത് ഞാൻ എടുത്തില്ല. എന്നിട്ട് ബീഫ് വെച്ച് കൊടുത്തു. ദാൽ ഫ്രൈ ഓൾസോ എവ്രി വൺ നോസ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. കച്ചമ്പർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം. ഹി ലവ് കേർഡ്. Then his favorite dalcha also.
സോ ഇത്രയാണ് ഞങ്ങളുടെ ലഞ്ച്.